mathematics class. In this pandemic situation, we are moving a step forward from our 10th standard to our higher secondary classes. In the past 1 year, we are familiar with the online learning. I hope everyone have enjoyed the online learning. In our plus 1 mathematics, we have 16 chapters. 6 of them are the continuation of our 10th standard mathematics. For a higher secondary mathematics student, mathematics is an important subject which helps us to understand the concept behind physics, chemistry and even biology. Mathematics, it is the gate and key to all sciences. So enjoy mathematics and try to understand the concept behind each question. We are moving to our first chapter, sets. In our everyday life, we often use the word sets. അല്ലെ നമ്മൾ എല്ലാ ഡെയിലി ലൈഫില് നമ്മൾ സെറ്റ്സ് എന്ന വേർഡ് ഒരുപാട് വട്ടം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഓർമ്മയില്ലേ? എന്തൊക്കെയാണ്? സെറ്റ്സ് ഓഫ് ഡ്രസ്, സെറ്റ്സ് ഓഫ് ഓർണമെന്റ്സ്, സെറ്റ്സ് ഓഫ് ബാങ്കിൾസ്, അങ്ങനെ നമ്മൾ ഒരുപാട് വട്ടം സെറ്റ്സ് എന്ന് യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെ. അവിടെ എല്ലാം നമ്മൾ സെറ്റ്സ് കൊണ്ട് ഉപയോഗിക്കുന്നത് എന്താണ്? എ കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് അല്ലെ. ഒരു കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സിനെ റെഫർ ചെയ്യാനാണ് നമ്മൾ സെറ്റ്സ് എന്ന വേർഡ് ഉപയോഗിച്ചിരുന്നത്. ഓക്കെ അല്ലെ? അതേപോലെ തന്നെ നമ്മുടെ മാത്സിലും നമ്മൾ സെറ്റ്സ് എന്ന് ഉപയോഗിക്കുന്നത് എ കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സിനെ റെഫർ ചെയ്യാൻ വേണ്ടിയാണ്. A word set is used in mathematics to refer some collection of objects. Okay, then how can we define a set? A set ne namukku engane define cheyannu nokam. Okay, we can define a set as a well defined collection of distinct objects. എന്താണ്? സെറ്റ്സിനെ നമുക്ക് a well defined collection of distinct objects എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ഈ ഡെഫിനിഷനിൽ നോക്കുക. ഇതിൽ നമുക്ക് രണ്ട് വേർഡാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. വെൽ ഡിഫൈൻഡ് കളക്ഷൻ എന്നും ഡിസ്റ്റിങ്ക്ട് ഒബ്ജക്ട്സ് എന്ന രീതിയിൽ രണ്ട് രീതിയിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെ. ഇത് നമുക്ക് നോക്കാം. വാട്ട് യു മീൻ ബൈ വെൽ ഡിഫൈൻഡ് കളക്ഷൻ? വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഉണ്ട്, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, ഒരു സെറ്റ് വെൽ ഡിഫൈൻഡ് കളക്ഷൻ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് അവിടെ നമുക്ക് എടുക്കുന്ന എലമെന്റ്സ്, ഏതൊരു എലമെന്റ് നമുക്ക് ആ സെറ്റിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. വി ക്യാൻ ഐഡന്റിഫൈ വെദർ എ എലമെന്റ് ബിലോങ്സ് ടു ഓർ നോട്ട് ബിലോങ്സ് ടു ദാറ്റ് സെറ്റ്. ഏതെങ്കിലും ഒരു എലമെന്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് നമ്മൾ തന്നിരിക്കുന്ന സെറ്റിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതേപോലെ തന്നെ വി ക്യാൻ ഐഡന്റിഫൈ ദ എലമെന്റ്സ് ഓഫ് ദാറ്റ് സെറ്റ്. ഒരു സെറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സെറ്റിലെ എലമെന്റ്സിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഓക്കെ, അത് നമുക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞു നോക്കാം. നമ്മളിപ്പോ സെറ്റ് ഓഫ് ബേർഡ്സ് നമ്മൾ പറയാണ്. സെറ്റ് ഓഫ് ബേർഡ്സ് അല്ല, ബേർഡ്സിനെ സെറ്റ് നമുക്ക് ഒരുപാട് ബേർഡ്സിനെ അറിയാം അല്ലെ. പാരറ്റ് ഉണ്ട്, പീജൻ ഉണ്ട്, ക്രോയ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ബേർഡ്സ് ഉണ്ട്. അതിനിടയ്ക്ക് നമുക്ക് അതിന്റെ എലമെന്റ്സിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. വി ക്യാൻ ഐഡന്റിഫൈ ദ എലമെന്റ്സ് ഓഫ് ദാറ്റ് സെറ്റ് ആൻഡ് വി ക്യാൻ ഐഡന്റിഫൈ വെദർ ആൻ എലമെന്റ് ബിലോങ്സ് ടു ദാറ്റ് സെറ്റ് ഓർ നോട്ട് അല്ലെ. നമുക്ക് ലയൺ എന്ന് പറഞ്ഞ ഒരു എലമെന്റ് ഞാൻ എടുക്കാം. ലയൺ എന്ന് പറഞ്ഞ എലമെന്റ് നമ്മുടെ സെറ്റ് ഓഫ് ബേർഡ്സിൽ ഉണ്ടാവും ഇല്ല അല്ലെ. എന്നിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ലയൺ ആ സെറ്റിൽ ഇല്ല. എന്നിട്ട് നമുക്ക് എന്താണ് പറയുന്നത്? ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ മീൻസ് വി ക്യാൻ ഐഡന്റിഫൈ വെദർ ആൻ എലമെന്റ് ബിലോങ്സ് ടു ദാറ്റ് സെറ്റ് ഓർ നോട്ട് ബിലോങ്സ് ടു ദാറ്റ് സെറ്റ്. ഓക്കെ ആണല്ലോ? വെൽ ഡിഫൈൻഡ് കളക്ഷൻ എന്നുള്ള കാര്യം മനസ്സിലായി. ഇനി നോക്കാം ഡിസ്റ്റിങ്ക്ട് ഒബ്ജക്ട്സ്. ഡിസ്റ്റിങ്ക്ട് ഒബ്ജക്ട്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ സെറ്റിലുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് വ്യത്യസ്തങ്ങളായ എലമെന്റ്സ് ആയിരിക്കണം. ഇനിയിപ്പോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എ സെറ്റ് ഓഫ് ബേർഡ്സ് എടുക്കാം. സെറ്റ് ഓഫ് ബേർഡ്സ് എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ബേർഡ്സിന്റെ പേരറിയാം. പാരറ്റ്, പീജൻ, ക്രോ, അങ്ങനെ ഒരുപാട് ബേർഡ്സ് ഉണ്ട് അല്ലെ. അതില് നമ്മൾ എടുക്കുന്ന എലമെന്റ്സ്, ഇപ്പൊ ഞാൻ പാരറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു പാരറ്റ് ഞാൻ രണ്ടുപേരാണ് ആ സെറ്റിൽ ഉപയോഗിക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ അതിൽ എലമെന്റ്സ് തമ്മിൽ വേറെ ആയിരിക്കണം. പാരറ്റും പീജനും വേറെയാണ്. പിന്നെ ഞാൻ വേറൊരു പാരറ്റും കൂടി അതിൽ ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ ആണല്ലോ? ഇതിന്റെ ഡിസ്റ്റിങ്ക്ട് എലമെന്റ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്ട് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് വ്യത്യസ്തങ്ങളായ എലമെന്റ്സ് ആയിരിക്കണം നമ്മുടെ സെറ്റിലുള്ളത്. Thus we can define a set as a well defined collection of distinct objects. Okay, അങ്ങനെയാണെങ്കിൽ we check whether I have listed here some examples of sets. Okay, check whether these are examples of a set. ഇത് സെറ്റിന്റെ എക്സാമ്പിൾ ആണോ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ നോക്കാം. കളക്ഷൻ ഓഫ് ഓൾ മന്ത്സ് ഇൻ എ ഇയർ. കളക്ഷൻ ഓഫ് ഓൾ മന്ത്സ് ഇൻ എ ഇയർ. ഇതൊരു സെറ്റ് ആണോ? എങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാം? You want to check whether this is a well defined collection അല്ലെ. വെൽ ഡിഫൈൻഡ് കളക്ഷൻ ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. നോക്കിക്കേ, കളക്ഷൻ ഓഫ് ഓൾ മന്ത്സ് ഇൻ എ ഇയർ. ഒരു വർഷത്തിലെ എല്ലാ മാസങ്ങളും ഒരു വർഷത്തിലെ എല്ലാ മാസങ്ങളും നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ അറിയാം അല്ലെ. ഏതൊക്കെയാണ്? ജനുവരി, ഫെബ്രുവരി, മാർച്ച് എക്സെട്ര ടു ഡിസംബർ അല്ലെ. വി ക്യാൻ list out the elements in this set. Thus we can say that this is a well defined collection. നമുക്ക് ജനുവരി എന്ന് പറഞ്ഞ ഒരു മന്ത് എടുക്കുകയാണെങ്കിൽ ഈ ജനുവരി നമ്മുടെ ഈ സെറ്റിൽ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് അല്ലെ.
അതേപോലെ തന്നെ ജനുവരി, ഫെബ്രുവരി എക്സെട്ര ടു ഡിസംബർ അതെല്ലാം ഡിസ്റ്റിന്റ് എലമെന്റ്സ് ആണ് അല്ലെ. Thus we can say that this is a well defined collection of objects and this is a set. ഓക്കെ ആണല്ലോ, സെറ്റ് ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഓക്കെ, അങ്ങനെ ഇത് സെറ്റ് ആണ്. ഓക്കെ, now consider the second example. Collection of all boys in your class. നമ്മുടെ ക്ലാസ്സിലെ എല്ലാ ബോയ്സും കളക്ഷൻ എന്താണ്? നമ്മുടെ ക്ലാസ്സിലുള്ള എല്ലാ ബോയ്സിന്റെയും കളക്ഷൻ അതൊരു സെറ്റ് ആണോ എന്ന് ആലോചിച്ച് നോക്കി. അത് വെൽ ഡിഫൈൻഡ് ആണോ? അപ്പൊ നമ്മുടെ ക്ലാസ്സിലെ ഏതെങ്കിലും ഒരു കുട്ടിയുടെ പേര് എടുക്കുകയാണെങ്കിൽ, ഞാനിപ്പോ ഒരു കുട്ടിയുടെ പേര് രവി എന്ന് എടുക്കുകയാണെങ്കിൽ രവി നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടോ ഇല്ലയോ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അല്ലെ. അതുകൊണ്ട് തന്നെ അതൊരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ആണ്. സോ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ സെറ്റ്. ഓക്കെ ആണല്ലോ, ദിസ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിന്റ് ഒബ്ജക്ട്സ്. അതുപോലെ തന്നെ ദിസ് ഈസ് എ സെറ്റ്. Okay, now consider the third example, collection of all states in India. Okay, now third example is collection of all states in India. ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റ്സിനെയും നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ ഒക്കുന്നില്ലേ? ഇല്ലേ, അതിനകത്ത് എന്തൊക്കെയാണ്? കേരള, തമിഴ്നാട്, കർണാടക അങ്ങനെ ഒരുപാട് സ്റ്റേറ്റ്സ് ഉണ്ട് അല്ലെ. അതിനെല്ലാം നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ആ സെറ്റിലുള്ള എല്ലാ എലിമെന്റ്സും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും പറ്റുന്നുണ്ട് അല്ലെ. ഇതൊരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ആണോ? ആണല്ലേ. ദിസ് ഈസ് ഓൾസോ എ well-defined collection and it is an example of a set. Okay ആണല്ലോ, നമ്മൾ മൂന്നെണ്ണം നമ്മൾ എക്സാമ്പിൾ ആയിട്ട് കണ്ടു. ഇനി നോക്കാം നാലാമത്തെ നോക്കിക്കേ, കളക്ഷൻ ഓഫ് ഓൾ വവൽസ് ഇൻ ആൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. എന്താണ്? കളക്ഷൻ ഓഫ് ഓൾ വവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഇംഗ്ലീഷ് ആൽഫബറ്റ് നമുക്കറിയാം എന്താണ്? എ ബി സി ഡി മുതൽ ഇസഡ് വരെ അല്ലെ. അങ്ങനെയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? കളക്ഷൻ ഓഫ് ഓൾ വവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ കളക്ഷൻ ഓഫ് വവൽസ് ആണ് വേണ്ടത്. വവൽസ് നമുക്കറിയാം ഏതൊക്കെയാണ്? എ ഇ ഐ ഒ യു അല്ലെ. വവൽസിനെ നമുക്കറിയാം. എന്നാൽ നമ്മുടെ ഈ സെറ്റിനെ നമുക്ക് വെൽ ഡിഫൈൻഡ് ആണോ? അതിലെ എല്ലാ എലിമെന്റ്സും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒക്കെ അല്ലെ. എ ഇ ഐ ഒ യു അതിലെ എലിമെന്റ്സിനെ എല്ലാം നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വെൽ ഡിഫൈൻഡ് ആണ്. ഓൾസോ ഈ സെറ്റിലുള്ള എലിമെന്റ്സ് എല്ലാം ഡിസ്റ്റിന്റീവ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സെറ്റ്. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? എന്താണ് ഒരു സെറ്റ് എന്ന് പറയുന്നത്? ഇറ്റ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. സെറ്റിന് വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആണ്. വെൽ ഡിഫൈൻഡ് മീൻസ് we can identify the elements in that set and check whether an element belongs to that set or not. ആ സെറ്റിലെ എല്ലാ എലമെന്റ്സും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഒരു എലമെന്റ് ആ സെറ്റിൽ ഉണ്ടോ ഇല്ലയോ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ വെൽ ഡിഫൈൻഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡിസ്റ്റിന്റ് ആയിരിക്കും നമ്മളുടെ എലമെന്റ്സും. ഓക്കെ, അങ്ങനെ നമ്മുടെ ഫിഫ്ത് എക്സാമ്പിളിലേക്ക് പോകാം. എ കളക്ഷൻ ഓഫ് മോസ്റ്റ് ഡേഞ്ചറസ് ആനിമൽസ് ഓഫ് ദ വേൾഡ്. എന്താണ്? മോസ്റ്റ് ഡേഞ്ചറസ് ആനിമൽസ് ഓഫ് ദ വേൾഡ് ആണ്. വേൾഡിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള മോസ്റ്റ് ഡേഞ്ചറസ് ആയിട്ടുള്ള ആനിമൽസിനെയാണ് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇതൊരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ആണോ എന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മോസ്റ്റ് ഡേഞ്ചറസ് ആനിമൽസ് ഓഫ് ദ വേൾഡ് ആണ്. ഓക്കെ, നമുക്കതിൽ ഒരുപാട് ആനിമൽസിനെ നമുക്കറിയാം. ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരുപാട് ആനിമൽസ് ഉണ്ട്. സ്നേക്ക് ഉണ്ട്, അതുപോലെ പല ആനിമൽസ് ഉണ്ടല്ലേ, ലയൺ, ടൈഗർ, അതെല്ലാം ഡേഞ്ചറസ് തന്നെയാണ് അല്ലെ. അതിൽ ഏറ്റവും മോസ്റ്റ് ഡേഞ്ചറസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഒരു സെറ്റിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും പേടിയുള്ളത് സ്നേക്കിനാണ്. അതിനെ ഞാനൊരു മോസ്റ്റ് ഡേഞ്ചറസ് ആനിമൽ എന്ന് പറയും. നിങ്ങൾക്ക് അത് ആ സ്നേക്കിനെ ചിലർക്ക് പേടി ഉണ്ടാവും, ചിലർക്ക് പേടി ഉണ്ടാവില്ല. ചിലർക്ക് ലയണിനെ ആയിരിക്കും പേടി. അതിനെ ഡേഞ്ചറസ് ആയിട്ടാണ് അവർ ഏറ്റവും കാണുന്നത്. ഓരോരുത്തരുടെ കാഴ്ചപ്പാട് അനുസരിച്ച് ഓരോരോ ഡേഞ്ചറസ് ആനിമൽസിന്റെ രീതി മാറിക്കൊണ്ടിരിക്കും അല്ലെ. മോസ്റ്റ് ഡേഞ്ചറസ് എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ ഒരിക്കലും അതിനെ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ ഒക്കുന്നില്ല അല്ലെ. വെൽ ഡിഫൈൻഡ് ആവുന്നില്ല. പലരുടെ ഇപ്പൊ എന്നോട് ചോദിക്കുന്ന ആയിരിക്കത്തില്ല വേറൊരാളോട് ചോദിക്കുന്നത്. എന്നോട് ചോദിക്കുന്ന പോലെ ആവുന്നില്ല നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ മോസ്റ്റ് ഡേഞ്ചറസ് ആനിമൽ അതൊരു വെൽ ഡിഫൈൻഡ് അല്ല. സോ ദാറ്റ് വി ക്യാൻ സേ ദാറ്റ് ദിസ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് set. Okay, this is not an example of set. Okay ആണല്ലോ. അന്നേരം അഞ്ചാമത് വന്നൊക്കെ നമ്മുടെ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമുക്ക് സെറ്റിന്റെ ഒരു എക്സാമ്പിൾ അല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സിക്സ്ത് എക്സാമ്പിൾ നോക്കിക്കേ. ദ കളക്ഷൻ ഓഫ് ഓൾ ഇൻട്രസ്റ്റിംഗ് ബുക്സ് ഇൻ എ ലൈബ്രറി. ദ കളക്ഷൻ ഓഫ് ഓൾ ഇൻട്രസ്റ്റിംഗ് ബുക്സ് ഇൻ എ ലൈബ്രറി. ഒരു ലൈബ്രറിയിലെ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബുക്സ്, ഏറ്റവും രസകരമായിട്ടുള്ള ബുക്ക് കളക്ട്, ആ ഒരു കളക്ഷനാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ലൈബ്രറിയിൽ ഒരുപാട് തരത്തിലുള്ള ബുക്സുകൾ ഉണ്ടാവും അല്ലെ. ചിലർക്ക് നോവൽസ് ആയിരിക്കും ഇഷ്ടപ്പെടുക, ചിലര് പോയംസ് ആയിരിക്കും ഇഷ്ടപ്പെടുക. അങ്ങനെ പലർക്കും പലതായിരിക്കും. മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പൊ എന്റെ ഇൻട്രസ്റ്റ് ഉള്ള ബുക്ക് ആയിരിക്കത്തില്ല നിങ്ങളുടെ ഇൻട്രസ്റ്റിലുള്ള ബുക്ക് അല്ലെ.
അങ്ങനെ ആകുമ്പോൾ നമുക്ക് മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ബുക്സ് എന്ന് പറയാൻ നമുക്ക് അവിടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ? ഓരോരുത്തരുടെ രീതിക്ക് അനുസരിച്ച് പലതായിരിക്കും, പലർക്കുള്ള ഇൻട്രസ്റ്റിംഗ് ബുക്സ്. നമുക്ക് അവിടെ ഒരു ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അതൊരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ അല്ലാന്ന് പറയാം. ഓക്കെ, ദിസ് ഈസ് നോട്ട് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ, സോ ഇറ്റ്സ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് സെറ്റ്. ഓക്കെ ആണോ? നമ്മൾ സെറ്റ് എന്താന്ന് പഠിച്ചു. വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിന്റ് ഒബ്ജക്ട്സ് ആണ്. വെൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ സെറ്റ് എന്ന് പറയാൻ കഴിയത്തുള്ളൂ. ഓക്കെ, നമ്മൾ ഇവിടെ കണ്ടത് രണ്ടെണ്ണം നമുക്ക് സെറ്റിന്റെ എക്സാമ്പിൾ അല്ലാതെ കിട്ടി അല്ലെ. ഇവിടെ നോക്കുക, മോസ്റ്റ് ഡേഞ്ചറസ് ആനിമൽസ് ഓഫ് ദ വേൾഡ് സെറ്റ് അല്ല, അതേപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ബുക്സ് ഇൻ എ ലൈബ്രറി സെറ്റ് അല്ല. ഇവിടെ നമ്മൾ അത് എന്തുകൊണ്ടാണ് സെറ്റ് അല്ലാത്തത്? അവിടെ നമുക്ക് വെൽ ഡിഫൈൻഡ് ആണെന്ന് പറയാൻ ഒക്കില്ല അല്ലെ. അവിടെ ബയാസ്ഡ് ആണ്. ഇപ്പൊ എന്റെ രീതിക്കുള്ളതായിരിക്കത്തില്ല നിങ്ങൾക്കുള്ളത്. ആൻസേഴ്സ് എല്ലാവർക്കും സെയിം ആയിട്ട് വരുന്ന രീതിയിലുള്ളതിനെ മാത്രമേ നമുക്ക് സെറ്റ് എന്ന രീതിയിൽ പറയാൻ ഒക്കൂ. ഓക്കെ ആണല്ലോ? ഇങ്ങനെ നമുക്ക് ഓരോ വിശേഷണങ്ങൾ തന്നിട്ട് നമ്മൾ ഡേഞ്ചറസ് അതേപോലെ ഇൻട്രസ്റ്റിംഗ് അങ്ങനെയുള്ളതൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഒരിക്കലും അതിനെ സെറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ ഒക്കില്ല. ഓക്കെ ആണല്ലോ? സെറ്റ് എന്ന കോൺസെപ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലെ? അങ്ങനെയാണെങ്കിൽ സെറ്റിന്റെ രീതിയിൽ കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് അറിയാനായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് സെറ്റ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ്, ആ ഒരു സെറ്റിനെ നമ്മൾ സാധാരണയായിട്ട് യൂഷ്വലി റെപ്രസെന്റ് യൂസിങ് എ ക്യാപിറ്റൽ ലെറ്റർ. ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ചാണ് നമ്മൾ സെറ്റിനെ റെപ്രസെന്റ് ചെയ്യാറ്. കളക്ഷൻ ഓഫ് വവൽസ്, കളക്ഷൻ ഓഫ് വവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഓക്കെ, ഞാൻ പറഞ്ഞു നമ്മുടെ കളക്ഷൻ ഓഫ് വവൽസ് അല്ലെങ്കിൽ നമ്മളൊരു സെറ്റ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത് അല്ലെ. ആ ഒരു സെറ്റിനെ നമ്മൾ യൂഷ്വലി റെപ്രസെന്റ് യൂസിങ് എ ക്യാപിറ്റൽ ലെറ്റർ. ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ചാണ് നമ്മൾ സാധാരണയായി ഒരു സെറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാം. സോ നമുക്ക് ഇതിനെ നമുക്ക് ഡിനോട്ട് ചെയ്യാൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയി ഏത് ലെറ്റേഴ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ എ എന്ന് വിളിച്ചു. ഓക്കെ, അത് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ബി ആക്കാം, സി ആക്കാം, ബി ആക്കാം, ഏത് രീതിയിലും ആക്കാം. ഓക്കെ, എന്നിട്ട് നമ്മുടെ കളക്ഷൻ ഓഫ് വവൽസ് അതൊരു സെറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ച് നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് കളക്ഷൻ ഓഫ് വവൽസ്. അതിനകത്ത് എലമെന്റ്സ് ഒന്ന് പറഞ്ഞേ. വവൽസ് ഏതൊക്കെയാണ് എന്ന് പറയാം. എ, ഇ, ഐ, ഒ, യു അല്ലെ. ഇതാണ് നമ്മളുടെ ഈ കളക്ഷൻ ഓഫ് വവൽസിലെ എലമെന്റ്സ് അല്ലെ. ഇതിലെ ഓരോ മെമ്പേഴ്സിനെയും നമ്മുടെ സെറ്റിലെ ഓരോ മെമ്പേഴ്സിനെയും നമ്മൾ പറയാ എന്നുള്ളത് എലമെന്റ്സ് എന്നാണ് കേട്ടോ. ഓരോ മെമ്പേഴ്സിനെ നമ്മൾ വിളിക്കുന്ന എലമെന്റ്സ് എന്നാണ്. ഓക്കെ, ഈച്ച് മെമ്പർ ഓഫ് എ സെറ്റ് ഈസ് കോൾഡ് ആസ് എലമെന്റ് ഓഫ് ദ സെറ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്നത് സെറ്റിലെ എലമെന്റ് ആണ്. എ ഈസ് ആൻ എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എ, ഇ ഈസ് ആൻ എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എ, ഐ ഈസ് ആൻ എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എ, O is an element of capital A and U is also an element of capital A. ഇതെല്ലാം നമ്മുടെ എലമെന്റ്സ് ആണ് സെറ്റിലെ. ഓക്കെ ആണല്ലോ? ഇനിയിപ്പോ നമ്മുടെ സെറ്റിലെ എലമെന്റ്സിനെ നമ്മൾ സാധാരണയായി കേർലി ബ്രാക്കറ്റിനുള്ളിലാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. ഓക്കെ, കേർലി ബ്രാക്കറ്റിനുള്ളിലായിട്ടാണ് നമ്മൾ കളക്ട് ചെയ്യുക. ഈ കേർലി ബ്രാക്കറ്റിനെ നമ്മൾ ബ്രേസസ് എന്നാണ് വിളിക്കുക കേട്ടോ. ബ്രേസസ് എന്താണ്? ഇങ്ങനെ കേർലി ബ്രാക്കറ്റ് എന്ന് പറയാറുണ്ട്, അതേപോലെ തന്നെ ബ്രേസസ് എന്ന് പറയാറുണ്ട്. ഇത് നമ്മുടെ സെറ്റിലെ എലമെന്റ്സിനെ നമ്മൾ ബ്രേസസിന്റെ ഉള്ളിലാണ് കളക്ട് ചെയ്ത് എഴുതാറ്, ലിസ്റ്റ് ഔട്ട് ചെയ്യാറ്. ഓക്കെ ആണല്ലോ? ഇതിന്റെ സെറ്റിനെ നമ്മൾ സാധാരണയായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചാണ്. ഇതിൽ ഏത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതേപോലെ സെറ്റിലെ എലമെന്റ്സിനെ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തത് കേർലി ബ്രാക്കറ്റ് അല്ലെങ്കിൽ ബ്രേസസിനുള്ളിലാണ്. ഓക്കെ ആണല്ലോ? Based on the concept we have studied, we are going to solve some problems. Okay, the first question, which of the following are sets? Okay, we want to identify which of the following are sets. Okay, the first question is the collection of all the months of a year beginning with the letter J. എന്താണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? കളക്ഷൻ ഓഫ് ഓൾ ദ മന്ത്സ് ഓഫ് എ ഇയർ ബിഗിനിങ് വിത്ത് ദ ലെറ്റർ ജെ. ഒരു വർഷത്തിലെ മാസങ്ങളുടെ കളക്ഷൻ ആണ്. പക്ഷെ അവിടെ ഒരു തന്നിരിക്കുന്നത് എന്താണ്? ജെ എന്ന് പറയുന്ന ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മന്ത്സിന്റെ കളക്ഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജെ സ്റ്റാർട്ട് ചെയ്യുന്ന മന്ത്സ് ഏതൊക്കെയാണ് നമുക്കറിയാം അല്ലെ. ഏതൊക്കെയാണ്? ജാനുവരി ഉണ്ട്, ജൂൺ ഉണ്ട്, ജൂലൈ ഉണ്ട് അല്ലെ. ജാനുവരി, ജൂൺ ആൻഡ് ജൂലൈ. ഓക്കെ, these are the elements of this set and this is a well defined collection അല്ലെ. well defined ആണ്. എന്താ കാര്യം? നമുക്ക് ഇതിലെ എലമെന്റ്സിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ഒക്കുന്നുണ്ട്. അതുപോലെ തന്നെ എലമെന്റ്സ് ഡിസ്റ്റിന്റ് ആണ്. ഓക്കെ, the first one is a well defined collection of objects and it's an example of set. Okay, this is an example of set. Okay, the elements are placed inside a braces listed out as January, June and July. Okay, now consider the second question. The collection of 10 most talented writers of India. 10 most talented writers of India. ഇന്ത്യയിലെ മോസ്റ്റ് ടാലന്റഡ് ആയിട്ടുള്ള റൈറ്റേഴ്സിനെ ലിസ്റ്റ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതൊരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ആണോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ.
ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ആണോ? അല്ല അല്ലെ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? മോസ്റ്റ് ടാലന്റഡ് റൈറ്റേഴ്സ് ഓഫ് ഇന്ത്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോ ഒരാളെ സംബന്ധിച്ച് ഒരു നെയിം ആയിരിക്കും മോസ്റ്റ് ടാലന്റഡ്, അങ്ങനെയാണെങ്കിൽ വേറൊരാളെ സംബന്ധിച്ച് അതിന്റെ വ്യത്യാസം വരും അല്ലെ. അന്നേരം അത് ബയാസ്ഡ് ആണ് അല്ലെ. ഒരാളുടെ ഫേവർ ഉള്ള ആളായിരിക്കില്ല മറ്റൊരാൾക്ക്. അങ്ങനെ ആവുമ്പോൾ നമുക്ക് പറയാം ദിസ് ഈസ് നോട്ട് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ. സോ ദിസ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് സെറ്റ്. Okay, and consider the third question, the collection of all natural numbers less than 100. Natural numbers നമ്മൾ ഇപ്പോൾ പഠിച്ചല്ലേ. Natural numbers less than 100, which means ഏതൊക്കെ വരും? നമുക്ക് 1, 2, 3, etc. up to 99 വരും അല്ലേ. We can identify the elements of this set and say well-defined collection of objects. Okay, this is a well-defined collection of objects. So this is an example of set. Okay, now consider the fourth question, collection of all even integers. Or collection of all even integers. Even integers നമുക്കറിയാം അല്ലെ. integers ഏതാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇനി all even integers എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? even integers വരുമ്പോൾ എന്താണ്? 2, 4, 6 etc. വരും. Okay, അതുപോലെ നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ടോ? ഉണ്ടല്ലേ. ഇന്റിജേഴ്സിനകത്ത് -2 എക്സെട്ര എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. കളക്ഷൻ ഓഫ് ഓൾ ഈവൻ ഇന്റിജേഴ്സിനകത്ത് നമുക്ക് എലമെന്റ്സിനെ നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ ഒക്കുന്നുണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഇസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. ഓക്കെ, ദസ് കളക്ഷൻ ഓഫ് ഓൾ ഈവൻ ഇന്റിജേഴ്സ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വാട്ട്? സെറ്റ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് കൺസിഡർ ദ കളക്ഷൻ ഓഫ് റിച്ച് ഫാമിലീസ് ഇൻ ഇന്ത്യ. Collection of rich families in India. ആലോചിച്ച് നോക്കിക്കേ, റിച്ച് ഫാമിലീസ് ഓഫ് ഇന്ത്യ ഇതൊരു വെൽ ഡിഫൈൻഡ് ആണോ? അല്ല അല്ലെ. റിച്ച് ഫാമിലി എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് ഉള്ള ഫാമിലി റിച്ച് ആണെങ്കിൽ വേറൊരാൾക്ക് അത് റിച്ച് ആവണമെന്നില്ല അല്ലെ. അതിലും റിച്ച് ആയിട്ടുള്ള വേറെ ഫാമിലീസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അന്നേരം നമുക്ക് അതിനെ ഒരിക്കലും വെൽ ഡിഫൈൻഡ് ആണെന്ന് പറയാൻ ഒക്കില്ല. സോ വി ക്യാൻ സേ ദാറ്റ് ദ കളക്ഷൻ ഓഫ് റിച്ച് ഫാമിലീസ് ഇൻ ഇന്ത്യ ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് സെറ്റ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് സെറ്റിന് ഒരു എക്സാമ്പിൾ അല്ല. ഓക്കെ, നൗ കൺസിഡർ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കളക്ഷൻ ഓഫ് ബുക്സ് റിട്ടൺ ബൈ രവീന്ദ്രനാഥ് ടാഗോർ. രവീന്ദ്രനാഥ് ടാഗോറിന്റെ ബുക്സിന്റെ ലിസ്റ്റ്. കളക്ഷൻ ഓഫ് ബുക്സ് റിട്ടൺ ബൈ രവീന്ദ്രനാഥ് ടാഗോർ. അതൊരു കളക്ഷൻ വെൽ ഡിഫൈൻഡ് ആണോ? ആ ഒരു കളക്ഷൻ ആണല്ലേ. നമുക്ക് രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയ ബുക്കിന്റെ നെയിംസ് നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ ഒക്കുന്നതാണ്. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ. So the list of books written by Rabindranath Tagore is an example of set. Okay, now consider the last question, the collection of all universities in India. എന്തായിരിക്കും? ഇതൊരു സെറ്റ് ആണോ എന്ന് ആലോചിച്ച് നോക്കിയേ. ആണല്ലേ. എന്താണ്? നമുക്ക് ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റീസിനെ നമുക്ക് എണ്ണിയെടുക്കാം, കൗണ്ട് ചെയ്യാൻ പറ്റും അല്ലെ. കൗണ്ടബിൾ ആണ്. അതുപോലെ തന്നെ എലമെന്റ്സിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ഒക്കും അല്ലെ. നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ ഒക്കുന്നുണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് ദ കളക്ഷൻ ഓഫ് ഓൾ യൂണിവേഴ്സിറ്റീസ് ഇൻ ഇന്ത്യ ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ. സോ ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഓഫ് സെറ്റ്. ഓക്കെ, ഹാവ് ഡിസ്കസ്ഡ് ദ കോൺസെപ്റ്റ് ഓഫ് സെറ്റ്സ്. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഹൗ ടു റെപ്രസെന്റ് എ സെറ്റ്. ഒരു സെറ്റിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്നാണ് നമ്മൾ ഇനി അടുത്തത് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, വി ക്യാൻ റെപ്രസെന്റ് സെറ്റ്സ് ഇൻ 2 different ways. The first one is set builder form and the second one is roster form. സെറ്റ്സിനെ നമുക്ക് രണ്ട് രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. ഫസ്റ്റ് വൺ ആണ് സെറ്റ് ബിൽഡർ ഫോം, രണ്ടാമത്തത് റോസ്റ്റർ ഫോം. സെറ്റ് ബിൽഡർ ഫോമിനെ നമുക്ക് വേറൊരു പേരുകൂടുണ്ട്, റൂൾ ഫോം. അതുപോലെ തന്നെ റോസ്റ്റർ ഫോമിനെ നമുക്ക് ടാബുലർ ഫോം എന്നും പറയാം. ഓക്കെ ആണല്ലോ. സെറ്റ് ബിൽഡർ ഫോമിനെ നമുക്ക് റൂൾ ഫോം എന്ന് പറയാം, അതേപോലെ തന്നെ റോസ്റ്റർ ഫോമിനെ നമുക്ക് ടാബുലർ ഫോം എന്നും പറയാം. ഓക്കെ, സെറ്റ് ബിൽഡർ ഫോമിൽ നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്ന എക്സാമ്പിൾ ആണ് ദ കളക്ഷൻ ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 3 and 7. 3ഉം 7ഉം ഇടയ്ക്കുള്ള എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനെയും ചേർത്ത് നമ്മളൊരു സെറ്റ് ഫോം ചെയ്തേക്കുവാണ്. ആ സെറ്റിനെ ഞാൻ റെപ്രസെന്റ് ചെയ്തേക്കുന്നത് ക്യാപിറ്റൽ ലെറ്റർ എ. ഓക്കെ, ഇതിനെ നമ്മൾ നന്നായി തന്നെ ഡിഫൈൻ ചെയ്ത് നമ്മൾ സെന്റൻസിൽ നമ്മൾ കൊടുത്തിരിക്കുകയാണ് അല്ലെ. നല്ല വെൽ ഡിഫൈൻഡ് ആണ്, നല്ലൊരു സ്റ്റേറ്റ്മെന്റിൽ തന്നെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്നത് അല്ലെ. എന്നാൽ ഇതിനെയാണ് നമ്മൾ ഇങ്ങനെയുള്ള സെറ്റ് ഫോമിനെയാണ് നമ്മൾ സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു സെറ്റിന്റെ റോസ്റ്റർ ഫോം എന്തായിരിക്കും, അല്ലെങ്കിൽ ടാബുലർ ഫോം എന്തായിരിക്കും? ഈ ഒരു സെറ്റിലെ എലമെന്റ്സിനെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലർ ഫോം എന്ന് പറയാം. ഓക്കെ, then what are the elements of this set? A എന്ന് പറയുന്ന സെറ്റിന്റെ എലമെന്റ്സ് ഏതൊക്കെയാവും വരിക? A ഈക്വൽ ടു സെറ്റിലെ എലമെന്റ്സ് ഏതൊക്കെയാണ്? 3യുടെയും 7ന്റെയും ഇടയ്ക്കുള്ള നാച്ചുറൽ നമ്പേഴ്സ് അല്ലെ. നാച്ചുറൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 3 and 7. 3 and 7ലെ ഇടയ്ക്കുള്ള നാച്ചുറൽ നമ്പേഴ്സ് ഏതാണ്?
4, 5 and 6 അല്ലെ? 4, 5, 6 ആണല്ലോ. ഇനി ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ സെറ്റിലെ എലമെന്റ്സിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക, ലിസ്റ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഏതിനുള്ളിലായിരിക്കും ലിസ്റ്റ് ഔട്ട് ചെയ്യുക? നമ്മുടെ കേർലി ബ്രാക്കറ്റ് അല്ലെങ്കിൽ ബ്രേസസിന്റെ ഉള്ളിലായിരിക്കും നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഓക്കെ ആണല്ലോ. എന്നിട്ട് നമ്മൾ എന്താണ് പറഞ്ഞത്? രണ്ട് രീതിയിൽ നമുക്ക് സെറ്റിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. സെറ്റ് ബിൽഡർ ഫോം അല്ലെങ്കിൽ റോസ്റ്റർ ഫോം. സെറ്റ് ബിൽഡർ ഫോമിൽ നമ്മുടെ സെറ്റിനെ നമ്മൾ വെൽ ഡിഫൈൻഡ് ആയിട്ട് ഇനി സ്റ്റേറ്റ്മെന്റിൽ തന്നെ നമുക്ക് തന്നിരിക്കും. ഇനിയിപ്പോൾ നമ്മളുടെ റോസ്റ്റർ ഫോം ആണെങ്കിൽ നമുക്ക് ആ സെറ്റിലെ എലമെന്റ്സിനെ കേർലി ബ്രാക്കറ്റിനുള്ളിൽ റെപ്രസെന്റ് ചെയ്തായിരിക്കും തരിക. ഓക്കെ ആണല്ലോ. ഇനിയിപ്പോൾ നമ്മൾ നോക്കാം നമ്മുടെ സെറ്റ് ബിൽഡർ ഫോം. സെറ്റ് ബിൽഡർ ഫോമിൽ ദ കളക്ഷൻ ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 3 and 7. ഈ ഒരു സെറ്റ് ബിൽഡർ ഫോമിനെ ഞാൻ വേറൊരു രീതിയിൽ റെപ്രസെന്റ് ചെയ്യുകയാണ്. ഓക്കെ, നമ്മുടെ എ എന്ന് പറയുന്ന സെറ്റിനെ തന്നെയാണ് ഞാൻ വേറൊരു രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ എന്റെ സെറ്റിന്റെ പേര് എ എന്ന് തന്നെയാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഇത് ശ്രദ്ധിക്കുക. ഇങ്ങനെയായിരിക്കും നമ്മളുടെ കൂടുതലും നമ്മുടെ സെറ്റ് ബിൽഡർ ഫോമിൽ തരുന്നത്. ഇതിനെ നമ്മൾ നന്നായിട്ട് തന്നെ ശ്രദ്ധിച്ച് മനസ്സിലാക്കാം. ഓക്കെ, ഇതിനെ ഞാൻ എഴുതുന്നത് കേർലി ബ്രാക്കറ്റിനുള്ളിൽ എക്സ് സച്ച് ദാറ്റ് എന്നാണ് കേട്ടോ. എക്സ് സച്ച് ദാറ്റ്, ഈ രണ്ട് കുത്തിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? സച്ച് ദാറ്റ്. എക്സ് സച്ച് ദാറ്റ് എന്നാണ് വായിക്കുക. എക്സ് സച്ച് ദാറ്റ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നാച്ചുറൽ നമ്പർ ബിറ്റ്വീൻ 3 and 7 അല്ലെ? എന്നാലും ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ. എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ. ഓക്കെ, എക്സ് എന്ന് പറയുന്ന ഒരു നാച്ചുറൽ നമ്പർ ആണ്. ഈ നാച്ചുറൽ നമ്പർ എന്താണ് പറഞ്ഞിരിക്കുന്നത്? 3യുടെയും 7ന്റെയും ഇടയ്ക്കുള്ള നാച്ചുറൽ നമ്പർ ആണ്. ആണല്ലോ. നമ്മുടെ സെറ്റിൽ നമ്മൾ എഴുതിയേക്കുന്നത് എന്താണ്? എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ. ഈ സെറ്റിൽ ഇപ്പം എക്സ് എന്ന് പറയുന്നതാണ് നാച്ചുറൽ നമ്പർ. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? 3യുടെയും 7ന്റെയും ഇടയ്ക്കുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആണ് വേണ്ടത്. ഓക്കെ, അതിനെ നമുക്ക് ഇനി എങ്ങനെ എഴുതാൻ പറ്റും? 3 less than x less than 7 ഇങ്ങനെ എഴുതാൻ പറ്റുമോ? ആലോചിച്ച് നോക്കിയേ. എന്താണ്? എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ, 3 less than x less than 7. നമുക്ക് തന്നിരിക്കുന്ന അതേ സെറ്റ് എയിനെ തന്നെയല്ലേ നമ്മൾ ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. എന്താണ് നമ്മുടെ എയിൽ പറഞ്ഞിരിക്കുന്നത്? എന്താണ്? 3യുടെയും 7ന്റെയും ഇടയിലുള്ള നാച്ചുറൽ നമ്പേഴ്സിനെ ലിസ്റ്റ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു റെപ്രസെന്റേഷൻ നോക്കുക. ഞാൻ ഇവിടെ എക്സിനെയാണ് നാച്ചുറൽ നമ്പർ എന്ന് എടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എവിടെയാണ് വരേണ്ടത്? 3ക്കും 7നും ഉള്ളിലാണ്. അതുകൊണ്ടാണ് 3 less than x less than 7 എന്ന് കൊടുത്തിരിക്കുക. ഓക്കെ ആണല്ലോ അല്ലെ? അങ്ങനെയാണെങ്കിൽ ഈ സെറ്റിനെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ, 3 less than x less than 7. ഓക്കെ, 3 less than x less than 7 എന്ന് വിളിച്ചു. ഇപ്പൊ നമ്മൾ എക്സ് സച്ച് ദാറ്റ് എന്നാണ് പറയാം അല്ലെ? അതിന് നമുക്ക് സച്ച് ദാറ്റ് നമുക്ക് വേറൊരു ഫോമിലൂടെ റെപ്രസെന്റ് ചെയ്യാം. എങ്ങനെയാണ്? എക്സ് സ്ലാഷ് ഇടുക കേട്ടോ. സ്ലാഷ് ഇടുന്നത് നമ്മൾ സച്ച് ദാറ്റ് എന്ന് തന്നെയാണ് വിളിക്കുക. ഇതിനെ സച്ച് ദാറ്റ് എന്ന് തന്നെ വിളിക്കുക. ഓക്കെ, എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ആണ് അല്ലെ? എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ, 3 less than x less than 7. ഓക്കെ, ഇത് ഒരു റെപ്രസെന്റേഷൻ ആണ്. സെമി കോളൻ ഇടുന്നതിന് പകരമായിട്ട് സ്ലാഷ് ഇട്ടാൽ നമുക്ക് സച്ച് ദാറ്റ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഓക്കെ, എക്സ് വായിക്കേണ്ടത് എങ്ങനെയാണ്? എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ, 3 less than x less than 7 ആണ്. ഇവിടെ നമ്മൾ സ്ലാഷ് ഇടുമ്പോൾ അവിടെ നമ്മൾ സച്ച് ദാറ്റ് എന്ന് തന്നെയാണ് വിളിക്കുക. ഓക്കെ ആണല്ലോ. ഇനിയിപ്പോ നമ്മൾ അറിഞ്ഞിരിക്കുക വേറൊരു കാര്യമുണ്ട്. നമ്മുടെ റോസ്റ്റർ ഫോമിലോട്ട് നോക്കുക. റോസ്റ്റർ ഫോം എന്താണ്? A = set 4, 5, 6 ആണല്ലോ. ഇനിയിപ്പോ നോക്കാം, 4 എന്ന് പറയുന്ന എലമെന്റ് നമ്മുടെ സെറ്റിലുണ്ട് അല്ലെ? 4 എന്ന് പറയുന്നത് 4 ഈസ് ആൻ എലമെന്റ് ഓഫ് ദ സെറ്റ് എ ആണല്ലോ. 4 ഈസ് എ എലമെന്റ് ഓഫ് എനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്, സിംബോളിക്കലി റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. എലമെന്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, എലമെന്റ് ഓഫ്. ഓക്കെ, 4 ഈസ് ആൻ എലമെന്റ് ഓഫ് എ. 4 എന്ന് പറയുന്നത് എയുടെ ഒരു എലമെന്റ് ആണെന്ന് റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിമ്പിൾ ഏതാണ്? ഈ ഒരു സിമ്പിൾ ആണ് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 6 എലമെന്റ് ആണെന്ന് എങ്ങനെയാ കാണിക്കുക? 6 ഈസ് ആൻ എലമെന്റ് ഓഫ് എ. ഓക്കെ, 6 എന്ന് പറയുന്നത് എയിലെ ഒരു എലമെന്റ് ആണ്. ഇനിയിപ്പോ 7 എന്ന് പറയുന്നത് നമ്മുടെ സെറ്റിലെ എലമെന്റ് ആണോ? 7 എലമെന്റ് ആണോ എയിലെ? അല്ല അല്ലെ? 7 ഈസ് നോട്ട് ആൻ എലമെന്റ് ഓഫ് എ. അതിന് നമ്മൾ എങ്ങനെയാ വിളിക്കുക? 7 നോട്ട് ആൻ എലമെന്റ് ഓഫ് എ. ഓക്കെ, ഇതിനെ നമ്മൾ എന്താ വിളിക്കുക? നോട്ട് ആൻ എലമെന്റ്. ഓക്കെ, ഇതിനെ നമ്മൾ ഈ ഒരു സിമ്പിളിന്റെ എലമെന്റ് ഓഫ് എന്ന് വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ ബിലോങ്സ് ടു എന്നും പറയാറുണ്ട്. ഓക്കെ, ബിലോങ്സ് ടു അല്ലെങ്കിൽ എലമെന്റ് ഓഫ് എന്നാണ് വിളിക്കുക. ഇതിനെ നമുക്ക് അങ്ങനെ എന്താ പറയാം? നോട്ട് ആൻ എലമെന്റ് അല്ലെങ്കിൽ നോട്ട് ബിലോങ്സ് ടു എന്ന് പറയാം. നോട്ട് ബിലോങ്സ് ടു.
ഓക്കെ ആണോ? ഒരു എലമെന്റ് ആണെന്ന് അറിയിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ ഇതാണ്, വിച്ച് മീൻസ് ബിലോങ്സ് ടു അല്ലെങ്കിൽ എലമെന്റ് ഓഫ് എന്നാണ് പറയാ. ഇനി ഈ എലമെന്റ് അല്ല എന്ന് കാണിക്കുന്നത് എങ്ങനെയാണ്? ഈ സിമ്പിൾ, ആ സിമ്പിളിനെ തന്നെ നമ്മളൊരു ക്രോസ് വരെ ഇടുകയാണ് അല്ലെ, അന്നേരം നോട്ട് ആൻ എലമെന്റ് അല്ലെങ്കിൽ നോട്ട് ബിലോങ്സ് ടു എന്ന് നമുക്ക് പറയാം. ഓക്കെ ആണല്ലോ? ഇനിയിപ്പോ നമുക്ക് ഈ രീതിയിൽ നമുക്ക് ഈ ഒരു സെറ്റ് ബിൽഡർ ഫോമിനെ എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് നോക്കിക്കേ. നമ്മളിപ്പോ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എക്സ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പർ ആണ് അല്ലെ. എക്സ് എന്ന് പറഞ്ഞ ഒരു നാച്ചുറൽ നമ്പർ ആണ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? എക്സ് ബിലോങ്സ് ടു എ നാച്ചുറൽ നമ്പർ എന്ന് പറയാലോ അല്ലെ. അന്നേരം നമുക്ക് എങ്ങനെ ഇതിനെ ചേഞ്ച് ചെയ്യാം? എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് എൻ, എക്സ് ബിലോങ്സ് ടു എൻ. എക്സ് ഒരു നാച്ചുറൽ നമ്പർ ആണ് എന്ന് പറയുന്നത് പോലെ തന്നെ എക്സ് ബിലോങ്സ് ടു എൻ എന്ന് പറയാം. ഓക്കെ, എക്സ് ബിലോങ്സ് ടു എൻ, 3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 7. ഓക്കെ ആണോ? എന്താണ്? എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ സച്ച് ദാറ്റ് 3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 7. അന്നേരം നമുക്ക് എലമെന്റ് ഓഫ് എന്ന രീതിയിൽ ഇത് എടുക്കാം. എലമെന്റ് ഓഫ് അല്ലെങ്കിൽ ബിലോങ്സ് ടു, എലമെന്റ് ഓഫ് ഓർ ബിലോങ്സ് ടു. ഓക്കെ, അന്നേരം നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്ന സെറ്റുകളെയാണ് നമ്മൾ സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുക. അതുപോലെ തന്നെ ഈ നമ്പേഴ്സ്, നമ്മുടെ എലമെന്റ്സിനെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ റോസ്റ്റർ ഫോം എന്ന് പറയുക. ഓക്കെ ആണല്ലോ എല്ലാവർക്കും? ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. സെറ്റ് ബിൽഡർ ഫോമിൽ ഞാൻ ബി എന്നൊരു സെറ്റ് കൺസിഡർ ചെയ്യാണ്. ബി ഈക്വൽ ടു കളക്ഷൻ ഓഫ് വേർഡ്സ് in the word, sorry, collection of letters in the word, collection of letters in the word മലയാളം. ഓക്കെ, മലയാളം എന്ന് പറയുന്ന വേർഡിന്റെ ലെറ്റേഴ്സ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ ആണല്ലോ? കളക്ഷൻ ഓഫ് ലെറ്റേഴ്സ് ഇൻ ദ വേർഡ് മലയാളം. ഓക്കെ, ഇതിനെ നമുക്ക് എങ്ങനെ നമ്മുടെ റോസ്റ്റർ ഫോമിലോട്ട് ആക്കാൻ പറ്റും? റോസ്റ്റർ ഫോമിലോട്ട് ഏതാണ് വരിക? റോസ്റ്റർ ഫോം ബി ഈക്വൽ ടു എന്തായിരിക്കും വരിക? ബി ഈക്വൽ ടു എന്താണ്? ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് മലയാളം അല്ലെ. മലയാളത്തിലെ ലെറ്റേഴ്സ് ഏതൊക്കെയാണ്? എം ഉണ്ട്, അടുത്ത ഏതുണ്ട്? എ ഉണ്ട്, നെക്സ്റ്റ് എന്തുണ്ട്? എൽ ഉണ്ട്, അടുത്തത് എന്താണ്? എ ആണല്ലേ. നമ്മുടെ സെറ്റിൽ നമ്മൾ പറഞ്ഞിരുന്നു സെറ്റ് ഈസ് എ കളക്ഷൻ, വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിന്റ് ഒബ്ജക്ട്സ് അല്ലെ. വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിന്റ് ഒബ്ജക്ട്സ്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഒരു എയുടെ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല അല്ലെ. ഡിസ്റ്റിന്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ആണ്. ഇനിയിപ്പോ നമ്മളിവിടെ എ എഴുതുവാണെങ്കിൽ ഈ 2 എകൾ വരും അല്ലെ. അതിന് ഡിസ്റ്റിന്റ് ആവില്ല, ഡിസ്റ്റിന്റ് ആയിട്ട് എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വട്ടേ എഴുതത്തുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു എ മാത്രമേ നമ്മൾ എഴുതൂ. ഓക്കെ, എന്നിട്ട് എം ഉണ്ട്, എ ഉണ്ട്, എൽ ഉണ്ട്. നെക്സ്റ്റ് നോക്കാം, വൈ എന്ന് പറയുന്ന ലെറ്റർ ഉണ്ട് അല്ലെ. വൈ ഉണ്ട്, പിന്നെ നമുക്ക് എ വന്നിട്ടുണ്ട്. എന്നിട്ട് എനെ നമ്മൾ പിന്നെ യൂസ് ചെയ്യാറില്ല. പിന്നെ എൽ ഉണ്ട്, എല്ലിന് നമ്മൾ സെറ്റിനകത്തിൽ എഴുതിയിട്ടുണ്ട്, എയും നമ്മൾ എഴുതിയിട്ടുണ്ട്, എമ്മും എഴുതിയിട്ടുണ്ട് അല്ലെ. നേരം നമ്മളുടെ ബി എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ്സ് ഏതൊക്കെയാണ്? എം, എ, എൽ, വൈ ആണ്. ഓക്കെ, ഇനിയിപ്പോ എം എന്ന് പറയുന്ന എലമെന്റ്സ്, എം ബിലോങ്സ് ടു ക്യാപിറ്റൽ ബി ആണ്. അതേപോലെ തന്നെ എസ് ഡസിൻ ബിലോങ്സ് ടു ക്യാപിറ്റൽ ബി ആണ്. വൈ ബിലോങ്സ് ടു ബി ആണ്. ബി എന്ന് പറയുന്ന സെറ്റില് വൈ എന്ന് പറഞ്ഞ എലമെന്റ് ഉണ്ട്. അതേപോലെ തന്നെ എൻ എന്ന് പറഞ്ഞ എലമെന്റ് ഉണ്ടോ നമ്മുടെ ബിയിൽ? എൻ ഡസിൻ ബിലോങ്സ് ടു ബി ആണ്. ഓക്കെ ആണല്ലോ എല്ലാവർക്കും? ഓക്കെ, അന്നേരം ഒരു സെറ്റിനെ നമുക്ക് 2 രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. സെറ്റ് ബിൽഡർ ഫോം, അതുപോലെ തന്നെ റോസ്റ്റർ ഫോം. നമ്മളിപ്പോൾ റോസ്റ്റർ ഫോമിൽ എഴുതുകയാണെങ്കിൽ നമ്മുടെ ഒരു എലമെന്റ് ആ സെറ്റിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എലമെന്റ് ഓഫ് അല്ലെങ്കിൽ ബിലോങ്സ് ടു എന്നുള്ള ഈ ഒരു സിമ്പിൾ ഉപയോഗിച്ചാണ്. അതുപോലെ തന്നെ ഡസിൻ ബിലോങ്സ് ടുവിനെ അല്ലെങ്കിൽ നോട്ട് എലമെന്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പിൾ ഇതുമാണ്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നൗ വി ആർ മൂവിങ് ടു സോൾവ് സം പ്രോബ്ലംസ് റിലേറ്റഡ് ടു ദിസ് കോൺസെപ്റ്റ്. ഓക്കെ, നോക്കിക്കേ. Consider the set A equal to 2, 4, 6, 8, 10, 12. Insert appropriate symbols, element of or not element of in the blank space. അല്ലെ, ബ്ലാങ്ക് സ്പേസിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ ബിലോങ്സ് ടു എന്നുള്ള സിമ്പിളോ അല്ലെങ്കിൽ നോട്ട് ബിലോങ്സ് ടു എന്നുള്ള സിമ്പിളോ നമ്മൾ എൻ്റർ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞത്. ഓക്കെ, എലമെന്റ് നമ്മുടെ സെറ്റ് ഏതാണ്? എ ഈക്വൽ ടു 2, 4, 6, 8, 10, 12 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം അല്ലെ, ഇതൊക്കെ ആ ഒരു സെറ്റിൽ ഉള്ളതാണോ ഇല്ലയോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. 4-A, 4 എന്ന് പറയുന്ന എലമെന്റ് എ എന്ന് പറയുന്ന സെറ്റിലുണ്ടോ നോക്കാം. നമ്മുടെ സെറ്റിൽ 4 എന്ന് പറഞ്ഞൊരു എലമെന്റ് ഉണ്ട് അല്ലേ. 4 എന്ന് പറഞ്ഞൊരു എലമെന്റ് നമ്മുടെ സെറ്റിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? 4 ബിലോങ്സ് ടു എ. 4 ബിലോങ്സ് ടു എ. ബിലോങ്സ് ടു ചെയ്യുന്ന സിമ്പിൾ ഏതാണ്? ഇതാണ് അല്ലെ, 4 ബിലോങ്സ് ടു എ. ഓക്കെ, നൗ കൺസിഡർ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. 5-A, 5 എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ടോ നോക്കാം.
Is 5 എന്ന് പറഞ്ഞ എലമെന്റ് ഉണ്ടോ? ഇല്ല അല്ലേ? 5 is not belongs to set A ആണ്. 5 doesn't belongs to set A. Okay. Next നോക്കാം 9. 9 എന്ന് പറഞ്ഞ എലമെന്റ് ഉണ്ടോ? 9 doesn't belongs to capital A ആണ്. 9 doesn't belongs to capital A. Okay. Next നോക്കാം 11. 11 എന്നുള്ള ഒരു നമ്പർ ഉണ്ടോ നമ്മുടെ സെറ്റ് എയിൽ? ഇല്ല അല്ലേ? അന്നേരം 11 doesn't belongs to capital A. നെക്സ്റ്റ് നോക്കാം 12. 12 എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ടോ നമ്മുടെ സെറ്റിൽ? ഉണ്ടല്ലേ? 12 ബിലോങ്സ് ടു ക്യാപിറ്റൽ എ ആണ്. നെക്സ്റ്റ് ആണ് 8. 8 എലമെന്റ് ഓഫ് എ ആണോ? ആണല്ലേ? 8 എലമെന്റ് ഓഫ് എ ആണ്. ഓക്കെ ആണല്ലോ? അന്നേരം നമുക്ക് ഒരു സെറ്റ് തന്നു കഴിഞ്ഞാൽ നമ്മുടെ എലമെന്റ്സ് അത് ആ ഒരു സെറ്റിൽ ഉണ്ടോ ഇല്ലയോ എന്ന് റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സിംബൽസിനെ നമ്മൾ പരിചയപ്പെട്ടു. ബിലോങ്സ് ടു ആൻഡ് നോട്ട് ബിലോങ്സ് ടു. Okay, we are going to convert the set builder form into roster form. Okay, here the third question is write the following sets in roster form. The first question is A equal to x such that x is an integer and minus 3 less than x less than 5. എന്താണ് x ഒരു x is an integer. x എന്ന് പറഞ്ഞ ഒരു ഇന്റിജർ ആണ്. ഇന്റിജറിന്റെ വാല്യൂ എന്തിന്റെ ഇടയിലാണ്? -3ക്കും 5നും ഇടയിലുള്ള ഇന്റിജർ ആണ് x. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സെറ്റ് ബിൽഡ് ഫോമിൽ നിന്ന് റോസ്റ്റർ ഫോമിലോട്ട് എങ്ങനെയാണ് ആക്കുക? റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മുടെ എലമെന്റ്സിനെ ലിസ്റ്റ് ഔട്ട് ചെയ്യുകയാണ് അല്ലേ? A ഈക്വൽ ടു ബ്രേസസിനുള്ളിൽ എന്തൊക്കെയാണ്? -3ക്കും 5നും ഇടയിലുള്ള ഇന്റിജേഴ്സ് ആണ് വേണ്ടത്. -3ക്കും 5നും ഇടയിലുള്ള ഇന്റിജേഴ്സ് ഏതൊക്കെയാണ്? -2, -1, 0, 1, 2, 3, 4 അല്ലെ? 5നെ എഴുതുവോ? 5 എന്ന് പറഞ്ഞ നമ്പർ എഴുതുമോ? ഇല്ല അല്ലെ? എന്താണ്? എക്സ് ലെസ് ദാൻ 5 ആണ്. 5 എന്ന വാല്യൂ എടുക്കുന്നില്ല, അതുകൊണ്ട് 5 എഴുതിയില്ല. ഇനി നോക്കാം -3 എന്ന വാല്യൂ നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ? എന്താണ്? -3 ലെസ് ദാൻ എക്സ് എന്നാണ്. ഇങ്ങനെ -3 എന്ന് പറഞ്ഞ വാല്യൂ നമുക്ക് എടുക്കാനായിട്ട് ഒക്കില്ല. അന്നേരം നമ്മുടെ എ എന്ന് പറയുന്ന സെറ്റ് ഏതാണ്? റോസ്റ്റർ ഫോം ഏതാണ്? A ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ -2, -1, 0, 1, 2, 3, 4. ഓക്കെ ആണല്ലോ? ഒരു സെറ്റ് ബിൽഡർ ഫോം തന്നു കഴിഞ്ഞാൽ റോസ്റ്റർ ഫോമിലോട്ട് എത്താൻ അറിയാം. ഓക്കെ എങ്കിൽ നൗ കൺസിഡർ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. B ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 7. എന്താണ്? എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നാച്ചുറൽ നമ്പർ ആണ്. വിച്ച് ഈസ് ലെസ് ദാൻ 7. 7നേക്കാൾ താഴെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ ആണല്ലോ? 7നേക്കാൾ താഴെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന് നമുക്ക് അറിയാം അല്ലെ? ഏതൊക്കെയാണ് വരിക? നാച്ചുറൽ നമ്പർ സ്റ്റാർട്ടിങ് ഫ്രം 1 അല്ലെ? 1 തൊട്ട് തുടങ്ങാണ്. 1, 2, 3, 4, 5, 6. 7 എടുക്കുന്നുണ്ടോ? ഇല്ല അല്ലെ? കാര്യം എന്താണ്? ലെസ് ദാൻ 7 എന്നാണ് പറഞ്ഞത്. 7നേക്കാളും താഴെയുള്ളതാണ്. ഓക്കെ, അന്നേരം നമ്മുടെ എലമെന്റ്സ് ഇങ്ങനെയാണ്. ഇനി നമ്മൾ സെറ്റ് രീതിയിൽ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? ബി ഈക്വൽ ടു സെറ്റ് 1, 2, 3, 4, 5, 6. ഓക്കെ ആണല്ലോ? ഇതായിരിക്കും നമ്മളുടെ ബി എന്ന് പറയുന്ന സെറ്റ്. ഓക്കെ, ഇനി നോക്കാം സി. മൂവ് ടു ദ തേർഡ് ക്വസ്റ്റ്യൻ. എക്സ് such that x is a 2-digit positive number such that sum of its digit is 9. എന്താണ്? x എന്ന് പറയുന്ന ഒരു 2-digit നമ്പർ ആണ്. അവിടെ ഒരു കണ്ടീഷൻ കൂടെ പറയുന്നുണ്ട്. എന്താണ്? 2-digit നമ്പേഴ്സിനെ 2 ഡിജിറ്റ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ട സം എന്ന് പറയുന്നത് 9 ആണ്. ഓക്കെ, സോ വി വാണ്ട് ടു ഫൈൻഡ് 2-digit numbers where the sum of the 2 digits is 9. ഓക്കെ, 2 ഡിജിറ്റുകളുടെ സം ചെയ്യുമ്പോൾ 9 കിട്ടുന്ന 2-digit നമ്പേഴ്സ് വേണം. അങ്ങനെയുള്ള 2-digit നമ്പേഴ്സ് ഏതൊക്കെയുണ്ട്? ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഏത് വരും? 18 വരും അല്ലേ? 18 1 + 8 which equal to 9 വരും. അന്നേരം ഫസ്റ്റ് വൺ 18 വരും. സെക്കൻഡ് വൺ നോക്കാം 27 വരും അല്ലേ? 2 + 7 which equal to എത്രയാണ്? 2 + 7 equal to 9 ആണ്. അങ്ങനെയാണെങ്കിൽ തേർഡ് നമ്പർ ഏതായിരിക്കും വരിക? 2 ഡിജിറ്റുകൾ തമ്മിൽ കൂട്ടുമ്പോൾ 9 വരണം. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഏതായിരിക്കും വരിക? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഏതാണ്? 3, 6, 36. 3 + 6 equal to 9 ആണ്. നെക്സ്റ്റ് നമ്പർ ഒന്ന് പറയാം 45. 4 + 5 which equal to 9. Then 54 വരില്ലേ? 54. ഓക്കെ, 54 ഉണ്ട്. Then 63 ഉണ്ട്. Then 72 വരും. And 81 വരും. ഓക്കെ, ഇത്രയുള്ള നമ്മുടെ 2-digit നമ്പേഴ്സ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അല്ല അല്ലെ? ഒരു നമ്പറോടെ വരും. ഏതാണ്? 90 വരും നമ്മളുടെ 2-digit നമ്പർ.
ഓക്കെ, ഇത്രയും നമ്പേഴ്സിന്റെ 2 ഡിജിറ്റുകൾ തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 9 ആണ് വരിക. ഇനിയിപ്പോ ചിലർ ചോദിക്കും എങ്കിൽ 09 കൂടെ എഴുതിക്കൂടെ എന്ന് ചോദിക്കും അല്ലെ. 09 വിച്ച് മീൻസ് എന്താണ്? ഇറ്റ് ഈക്വൽ ടു 9 തന്നെയാണ്. അതൊരു 2 ഡിജിറ്റ് നമ്പർ ആണ്, അല്ല 1 ഡിജിറ്റ് നമ്പർ ആണ്. അതുകൊണ്ടാണ് നമ്മൾ 09 എഴുതാത്തത് കേട്ടോ. എന്നാൽ നമ്മുടെ 2 ഡിജിറ്റ് നമ്പറിന്റെ നമ്പേഴ്സ് ഇതാണ്. വേറെ 2 ഡിജിറ്റിന്റെ സം എടുക്കുമ്പോൾ നമുക്ക് 9 കിട്ടുന്നുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സെറ്റിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക? സി എന്ന് പറയുന്ന സെറ്റാണ്. സി ഈക്വൽ ടു കേർലി ബ്രാക്കറ്റിനുള്ളിൽ നമ്മുടെ എലമെന്റ്സിനെ കോമ ആയിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ 4th ക്വസ്റ്റ്യൻ, D equal to set of all letters of the word independence. Independence എന്ന വേർഡിലെ സെറ്റ് ഓഫ് ലെറ്റേഴ്സിനെയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, D equal to കേർലി ബ്രാക്കറ്റിനുള്ളിൽ നമ്മുടെ ഇൻഡിപെൻഡൻസ് എന്ന വേർഡിന്റെ ലെറ്റേഴ്സ് വേണം. ഏതൊക്കെ ലെറ്റേഴ്സ് ആണ്? I ഉണ്ട്, നെക്സ്റ്റ് വൺ N ഉണ്ട്, ആൻഡ് തേർഡ് വൺ D and E, P. ഇനി നെക്സ്റ്റ് വരുന്ന എലമെന്റ് ഏതാണ്? നെക്സ്റ്റ് വരുന്നത് P ആണ്. അടുത്ത ഏതാണ്? ഇ. ഇനി ഒന്നുകൂടെ എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല അല്ലേ. എന്താണ്? ഡിസ്റ്റിന്റ് എലമെന്റ്സ് മതി നമുക്ക്. അന്നേരം P കഴിഞ്ഞു. ഇനി ഇ എഴുതണ്ട. N ഇനി എഴുതണോ? എന്നിന്റെ ആവശ്യമുണ്ടോ? ഇല്ല അല്ലേ. നമുക്ക് ഓൾറെഡി ഒരു N നമ്മൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ആ N ഇനി എഴുതണ്ട. D ഇനി എഴുതേണ്ട ആവശ്യമുണ്ടോ? D ഇനി എഴുതണ്ട അല്ലേ. ഓൾറെഡി നമുക്കൊരു D ഉണ്ട്. ഇയും എന്നും നമുക്ക് ഇനി പിന്നെയും വന്നിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇനി എഴുതേണ്ട ഒരു ആവശ്യമുണ്ട്. സി മാത്രം എഴുതിയാൽ മതി അല്ലേ. സിയും കൂടെ എഴുതിയാൽ മതി. അന്നേരം നമ്മൾ ഇൻഡിപെൻഡൻസ് എന്ന വേർഡിലെ ലെറ്റേഴ്സിനെ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തേക്കുന്നുണ്ട്. INDEPC എന്ന ലെറ്റേഴ്സ് ഉപയോഗിച്ചാണ് നമ്മൾ ഇൻഡിപെൻഡൻസ് എന്ന വേർഡ് നമ്മൾ ഫോം ചെയ്തേക്കുന്നത്. ഓക്കെ, അങ്ങനെയാകുമ്പോൾ നമ്മൾ സെറ്റ് ബിൽഡർ ഫോം തന്നു കഴിഞ്ഞാൽ റോസ്റ്റർ ഫോമിലോട്ട് ആക്കാൻ നമ്മൾ പഠിച്ചു. ഓക്കെ അല്ലേ. Now we are going to convert a set from the roster form to set builder form. Okay, the first question is A equal to 2, 4, 6, 8, 10 etc. to 20 അല്ലെ. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എയില് 2, 4, 6, 8 etc. to 20 ആണ് വന്നിരിക്കുന്നത് അല്ലെ. ഇതിന് നമുക്ക് എന്താ പറയാൻ പറ്റും? ഇതെന്ന് പറയുന്നത് 2ന്റെ മൾട്ടിപ്പിൾസ് ആണ് അല്ലെ. ഓൾ ദ എലമെന്റ്സ് ഓഫ് ദ സെറ്റ് എ ആർ മൾട്ടിപ്പിൾ ഓഫ് 2 അല്ലെ. അങ്ങനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈ സെറ്റിനെ നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിലോട്ട് എങ്ങനെ എഴുതാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്കാം. A equal to x such that x എന്താണ്? x is a multiple of 2 അല്ലെ. x is a multiple of 2. ഇനി നോക്കുക, 2ന്റെ മൾട്ടിപ്പിൾസ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല അല്ലെ. 2ന്റെ മൾട്ടിപ്പിൾസ് എല്ലാം വന്നിട്ടില്ല. 2ന്റെ മൾട്ടിപ്പിൾസ് 20 വരെ വന്നിട്ടുള്ളൂ അല്ലെ. എന്നിട്ട് നമുക്ക് എന്താ എഴുതാൻ പറ്റും? x is a multiple of 2, which x less than or equal to 20. x less than or equal to 20 വരെ വന്നിട്ടുണ്ട് ആണല്ലോ. എന്താണ്? x is a multiple of 2, x less than or equal to 20. ഇതിനെ തന്നെ നമുക്ക് വേറെ രീതിയിലൂടെ എഴുതാം അല്ലെ. എങ്ങനെ എഴുതാം? ഇത് നമുക്ക് 2ന്റെ മൾട്ടിപ്പിൾസ് ആണ്. 2ന്റെ മൾട്ടിപ്പിൾസിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഓരോ എലമെന്റ് x equal to 2 എന്ന് എഴുതത്തില്ലേ. എന്നിന്റെ വാല്യൂ 1 ആകുമ്പോൾ നമുക്ക് 2 വരും. എന്നിന്റെ വാല്യൂ 2 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 4 വരും. എന്നിന്റെ വാല്യൂ 3 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 6 വരും. അങ്ങനെയല്ലേ നമുക്ക് പോകാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ കൂടെ എഴുതാൻ പറ്റും? A equal to set of all x such that x is in the form x equal to 2n. x equal to 2n ആണ്. where n-ന്റെ വാല്യൂ എങ്ങനെയാ വരിക? 1 less than or equal to n less than or equal to n ഇവിടെ 20 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 2n equal to 20 വരുന്നുണ്ട് അല്ലേ. 2n equal to 20 ആണ്. അങ്ങനെയാണെങ്കിൽ n equal to എത്രയാണ്? 10 ആണ്. n-ന്റെ മാക്സിമം വാല്യൂ വരുന്നത് എത്രയാണ്? 10 ആണ് അല്ലേ. n less than or equal to 10 ആണ്. Okay, x is equal to 2n such that n less than or equal to 1 less than or equal to n less than or equal to 10 ആണ്. n എന്ന് പറയുന്നത് എന്താണ്? n എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പർ ആണ്. ഓക്കെ, അന്നേരം നമ്മുടെ a എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനിൽ നമുക്ക് 2 രീതിയിൽ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാൻ പറ്റും. x such that x is a multiple of 2 ആണ്. x less than or equal to 20. അതേപോലെ തന്നെ x equal to 2n such that 1 less than or equal to n less than or equal to 10 ആണ്. n എന്ന് പറഞ്ഞ ഒരു നാച്ചുറൽ നമ്പറും ആണ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ മൂവിങ് ടു അവർ സെക്കൻഡ് ക്വസ്റ്റ്യൻ, b equal to 1, 4, 9, 16 etc. up to 100. ഓക്കെ, ഈ ഒരു സെറ്റിലെ നമ്പേഴ്സിന്റെ പ്രത്യേകത എന്താണ് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മുടെ നമ്പേഴ്സ് എന്ന് പറയുന്നത് സ്ക്വയർ നമ്പേഴ്സ് ആണ് അല്ലെ. തന്നിരിക്കുന്നതല്ല, പെർഫെക്റ്റ് സ്ക്വയേഴ്സ് നമ്പേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ സെറ്റ് ബിൽഡർ ഫോമിലോട്ട് ആക്കാൻ പറ്റും? b equal to
set of all x such that x എന്ന് പറഞ്ഞാൽ എന്താണ്? is a perfect square അല്ലേ? x is a perfect square. perfect square ആണ്. അതേപോലെ തന്നെ perfect square എവിടെ വരെ വരുന്നുണ്ട്? perfect square less than or equal to 100 അല്ലേ? less than or equal to 100 വരെയുള്ള പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് ആണല്ലോ. ഇതിനെ തന്നെ നമുക്ക് വേറൊരു രീതിയിൽ എഴുതാം അല്ലേ? എങ്ങനെ എഴുതാൻ പറ്റും? b equal to x such that x എന്ന് പറഞ്ഞാൽ എന്താണ്? പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്. അതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? x equal to n സ്ക്വയർ എന്ന് കൊടുക്കാം അല്ലേ? x equal to n സ്ക്വയർ ആണ്. അതുപോലെ ഇനി n-ന്റെ വാല്യൂ എന്താണ് വരുന്നത്? n-ന്റെ വാല്യൂ 1 മുതൽ 10 വരെ വരുന്നുണ്ട് അല്ലേ? 1-ന്റെ സ്ക്വയർ ആണ് 1, 10-ന്റെ സ്ക്വയർ 100, അവിടെ വരെ നമുക്ക് വരുന്നുണ്ട് അല്ലേ? കോമ 1 ലെസ് ദാൻ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. ഇനി n എന്ന് പറയുന്നത് എവിടെയുള്ള ഏത് സെറ്റിലുള്ള എലമെന്റ്സ് ആണ്? n എലമെന്റ് ഓഫ് ക്യാപിറ്റൽ N. ഓക്കെ ആണല്ലോ. എന്നിട്ട് നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റും. x such that x is a perfect square less than or equal to 100 എന്ന് എഴുതാം. അല്ലെങ്കിൽ കുറച്ചുകൂടി മാത്തമാറ്റിക്കലി നമുക്ക് എഴുതാൻ പറ്റുന്നത് x such that x equal to n square 1 less than or equal to n less than or equal to 10 and n element of n. ഓക്കെ ആണല്ലോ. ഇതിപ്പോൾ രണ്ട് രീതിയിൽ നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഏതാണ് കംഫർട്ടബിൾ ആ ഒരു രീതിയിൽ നമ്മൾ സെറ്റ് ബിൽഡർ ഫോം ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, പക്ഷെ ഇങ്ങനെ രണ്ട് രീതിയിൽ തന്നു കഴിഞ്ഞാൽ ഏത് രീതിയിൽ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഏതാണ് നമ്മളുടെ എലമെന്റ്സ് എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, and then moving to our third question, c equal to 525 125 625. ഓക്കെ, ഇതിന്റെ ഫോം ഒന്ന് ആലോചിച്ച് നോക്കിയേ. സിയിലെ എലമെന്റ്സ് ഏത് ഫോമിലാണ് കിടക്കുക? ഫസ്റ്റ് എലമെന്റ് 5 ആണ്. സെക്കൻഡ് എലമെന്റ് എന്താണ്? 25. 25നെ നമുക്ക് 5ന്റെ 5 സ്ക്വയർ എഴുതത്തില്ലേ? എന്നിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 5 സ്ക്വയർ ആണ് 25. ഈ നെക്സ്റ്റ് എലമെന്റ് ഏതാണ്? 125. 125 ഈക്വൽ ടു 5 ക്യൂബ് ആണ് അല്ലേ? 5 ക്യൂബ് ആണ്. then the fourth element 625 equal to what? 625 equal to 5 raised to 4 ആണ്. ഓക്കെ ആണല്ലോ. 5 raised to 4 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ ജനറൽ ആയിട്ട് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? 5 raised to n എന്ന് റെപ്രസെന്റ് ചെയ്യാം ആണല്ലോ. ജനറൽ ആയിട്ട് 5 raised to n ആണ്. n-ന്റെ വാല്യൂ എവിടെ തൊട്ടാണ്? n ഈക്വൽ ടു 1 2 3 4 ആണ് അല്ലേ? n ഈക്വൽ ടു 1 2 3 4 ആണ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സെറ്റ് ബിൽഡർ ഫോം എങ്ങനെ ഫോം ചെയ്യാൻ പറ്റും? സെറ്റ് ബിൽഡർ ഫോം c ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ x such that x ഈക്വൽ ടു 5 raised to n. ഓക്കെ, ഇനി n-ന്റെ വാല്യൂ 1 തൊട്ട് 4 വരെ, കോമ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. ഇനി n എന്ന് പറഞ്ഞാൽ എന്താണ്? n നാച്ചുറൽ നമ്പേഴ്സ് ആണ് അല്ലേ? n എലമെന്റ് ഓഫ് ക്യാപിറ്റൽ N. ഓക്കെ ആണല്ലോ. നമുക്ക് തേർഡ് ക്വസ്റ്റ്യന്റെ സെറ്റ് ബിൽഡർ ഫോം എന്താണ്? x such that x equal to 5 raised to n 1 less than equal to n less than equal to 4 and n element of n, capital N, natural number. Okay, അങ്ങനെയാണെങ്കിൽ moving to our fourth question, d equal to 1 by 2 2 by 3 3 by 4 4 by 5 etc. ഓക്കെ ആണല്ലോ. ഇതിനെ നമുക്ക് എങ്ങനെ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് റെപ്രസെന്റ് ചെയ്യാം? ഓക്കെ, ഫസ്റ്റ് എലമെന്റ് നോക്കാം. 1 by 2. ഫസ്റ്റ് എലമെന്റ് 1 by 2 ആണ്. 1 by 2 ആണ്. 1 by 2നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുമെന്ന് നോക്കിക്കേ. 1 by 1 plus 1 എന്ന് എഴുതത്തില്ലേ? എന്താണ്? 1 by 2 equal to 1 by 1 plus 1 ആണ്. അതേപോലെ നോക്കാം 2 by 3. 2 by 3നെ എങ്ങനെ എഴുതാൻ പറ്റും? 2 by 2 plus 1 ആണ് അല്ലേ? 3. 2 plus 1 ആണ് 3. ഓക്കെ, 2 plus 1 ആണ് 3. ഓക്കെ, അതിന്റെ നെക്സ്റ്റ് എലമെന്റ് ഏതാണ്? 3 by 4. 3 by 4. 3 by 4 എങ്ങനെ നമുക്ക് എഴുതാം? 3 by 3 plus 1 എന്നാണ് 4. 3 plus 1 equal to ആണ് 4. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ എല്ലാം ജനറൽ ടേം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ജനറൽ ടേമിനെ എങ്ങനെ എഴുതാം? n by n plus 1 എഴുതത്തില്ലേ? ഫസ്റ്റ് ആണെങ്കിൽ 1 by 1 plus 1 ആണ്. സെക്കൻഡ് ആണെങ്കിൽ 2 by 2 plus 1 ആണ്. തേർഡ് ആണെങ്കിൽ 3 by 3 plus 1 ആണ്. അങ്ങനെയാണെങ്കിൽ nth ടേം ആണെങ്കിൽ n by n plus 1 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? x ഈക്വൽ ടു n by n plus 1. ഓക്കെ, x equal to n by n plus 1 ആണ്. Then how can we write the set builder form? x such that d equal to x such that x equal to n by n plus 1. n by n plus 1
comma the value of n from n-ന്റെ വാല്യൂ എവിടുന്നാണ് 1 മുതൽ മുകളിലോട്ടാണ് അല്ലേ. എന്താണ് n greater than equal to 1 ആണ്. ഓക്കെ, ആൻഡ് n element of n-ന്റെ വാല്യൂ എവിടെയാണ് നിൽക്കുന്നത്, ഏത് സെറ്റിലാണ്, n element of ക്യാപിറ്റൽ n ആണ്. ഓക്കെ ആണല്ലോ. നമ്മുടെ സെറ്റ് ബിൽഡർ ഫോം എന്താണ്, റോസ്റ്റർ ഫോമിനെ നമ്മൾ ജനറലൈസ് ചെയ്തൊരു എന്ത് ടേമിനെ നമ്മൾ ജനറലൈസ് ചെയ്തെടുത്തു, അതിന് x ഈക്വൽ ടു n/n+1 ആണ്. ഇനി n-ന്റെ വാല്യൂ എവിടെ തൊട്ടാണെന്ന് നോക്കാം, 1 തൊട്ട് ഇൻഫിനിറ്റി വരെ പോകുന്നുണ്ട് അല്ലെ, എക്സെട്ര എന്നാണ് നമ്മുടെ സെറ്റ് തന്നിരിക്കുന്നത്. 1 മുതൽ എത്ര വരെ വേണമെങ്കിലും പോകാം n-ന്റെ വാല്യൂ. n ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 എന്നാണ്. n എന്ന് പറഞ്ഞാൽ എലമെന്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഓക്കെ, നൗ വി ആർ മൂവിങ് ടു അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലിസ്റ്റ് ഓൾ ദ എലമെന്റ്സ് ഓഫ് ദ ഫോളോയിങ് സെറ്റ്. നമുക്ക് തന്നിരിക്കുന്ന സെറ്റിലെ എലമെന്റ്സിനെ ലിസ്റ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, a ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഓഡ് നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 20. 20-നേക്കാളും താഴെയുള്ള ഓഡ് നാച്ചുറൽ നമ്പേഴ്സിനാണ് നമുക്ക് ലിസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതൊരു സെറ്റ് ബിൽഡർ ഫോമിലാണ് തന്നിരിക്കുന്നത്. ഇതിന്റെ റോസ്റ്റർ ഫോം എന്താകും വരിക, a ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 20. 20-ൽ താഴെയുള്ള ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെ വരും, 1, 3, 5, 7, 9, 11, 13, 15, 17, 19. ഇത്രയുമാണ് നമ്മളുടെ എലമെന്റ്സ് അല്ലേ. അങ്ങനെയാണെങ്കിൽ എലമെന്റ്സിന് നമുക്ക് എഴുതാം, എലമെന്റ്സ് ഈക്വൽ ടു എന്തായിരിക്കും, എലമെന്റ്സ് ഈക്വൽ ടു 1, 3, 5 എക്സെട്ര അപ് ടു 19. നിങ്ങൾ നമ്പേഴ്സിലെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് തന്നെ എഴുതുക കേട്ടോ. അത് നമ്മുടെ റോസ്റ്റർ ഫോം നമ്മൾ എഴുതി അതിനകത്തുള്ള എലമെന്റ്സിനെ നമുക്ക് കോമയിട്ട് എഴുതുന്നു, ബ്രേസസ് ഒഴിവാക്കി നമ്മൾ കോമയിട്ട് എഴുതുന്നതാണ് നമ്മളുടെ എലമെന്റ്സ് ഓഫ് ദ സെറ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ ലെറ്റർ ഇൻ ദ വേർഡ് ബെറ്റർ. ബെറ്റർ എന്ന് പറയുന്ന വേർഡിലെ ലെറ്റേഴ്സ് ഏതൊക്കെയാണെന്നാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, എന്നിട്ട് നമ്മുടെ സെറ്റ് ബി ഈക്വൽ ടു എന്താകും വരിക, ബി ഈക്വൽ ടു റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞേ, ബി ഈക്വൽ ടു എന്തൊക്കെയായിരുന്നു നമ്മുടെ എലമെന്റ്സ് ഏതൊക്കെയായിരുന്നു, ബി ഉണ്ട്, ഇ ഉണ്ട്, ദെൻ ടി ഉണ്ട്, ദെൻ അഗെയിൻ ഒരു ടി വന്നിട്ടുണ്ട് അല്ലേ. ടി ഇനി നമുക്ക് ഇതിനകത്തിൽ ഇൻക്ലൂഡ് ചെയ്യണോ, വേണ്ട അല്ലേ. എന്തുകൊണ്ടാണ്, ഡിസ്റ്റിന്റ് എലമെന്റ്സിന്റെ ആവശ്യമേ ഉള്ളൂ. ദെൻ നെക്സ്റ്റ് ലെറ്റർ ഈസ് ഇ. ഇ എന്ന് പറയുന്ന ലെറ്റർ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണോ, വേണ്ട അല്ലേ. ഓൾറെഡി ഒരു ഇ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി ദ ലാസ്റ്റ് ലെറ്റർ ആർ. ഓക്കെ, ആൻഡ് ലാസ്റ്റ് എലമെന്റ് ഈസ് ആർ. അങ്ങനെയാണെങ്കിൽ എലമെന്റ്സ് ഈക്വൽ ടു എന്തൊക്കെയായിരിക്കും, എലമെന്റ്സ് ഈക്വൽ ടു ബി, ഇ, ടി, ആർ. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് ഡിവൈസേഴ്സ് ഓഫ് 6. എക്സ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പർ ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഡിവൈസേഴ്സ് ഓഫ് 6 ആണ്. 6ന്റെ ഡിവൈസേഴ്സ് ഏതൊക്കെയാണ് ഒന്ന് പറഞ്ഞേ, 6ന്റെ ഡിവൈസേഴ്സ് ഓഫ് 6 ഏതൊക്കെയാ വരാ, 6നെ നമുക്ക് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, ഇല്ല അല്ലെ, 4 വരത്തില്ല. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, ഒക്കെ ഇല്ല. 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, പറ്റും. ഓക്കെ, അങ്ങനെ ഡിവൈസേഴ്സ് ഓഫ് 6 ഏതൊക്കെയാണ്, 1, 2, 3 ആൻഡ് 6. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റോസ്റ്റർ ഫോം, സിയുടെ റോസ്റ്റർ ഫോം എന്തായിരിക്കും, സി ഈക്വൽ ടു 1, 2, 3, 6. ഓക്കെ ആണല്ലോ. ദെൻ what are the elements of the set, elements equal to 1, 2, 3 and 6. ഓക്കെ, നമുക്ക് സെറ്റ് ബിൽഡർ ഫോം തന്നതിനെ നമുക്ക് റോസ്റ്റർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ അറിയാം. റോസ്റ്റർ ഫോം തന്നിരിക്കുന്നതിന് നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിലോട്ട് ചെയ്യാനും അറിയാം. ഇനി നമ്മളുടെ ഏത് ഫോം തന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് എലമെന്റ്സിനെ ഐഡന്റിഫൈ ചെയ്ത് ലിസ്റ്റ് ഔട്ട് ചെയ്യാനും അറിയാം. ഓക്കെ ആണല്ലോ.